ഇപ്പം ഞാനൊരു പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇന്ന് മഴ പെയ്തിരുന്നെങ്കിൽ നമ്മൾ ഈ പർച്ചേസ് മൊത്തം കുറവാണ്. ഇന്ന് പോരുത് കേട്ടോ, നല്ല താഴ്ചയുണ്ട് ഇതിന്. കാണാൻ വേണ്ടി എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പക്ഷേ ഇത് പ്രശ്നമെന്ന് വെച്ചാൽ അതാണ് നമ്മൾ ഇത്ര നാൾ മടിച്ചിരുന്നത്. പിന്നെ നിങ്ങളെല്ലാവരും പറയുന്നത് കൊണ്ട് 100 അരാപ്പായും അതിൻ്റെ അകത്ത് ആലോചിച്ച് നോക്കുക. എൻ്റെ അമ്പോ 1 2 3 4 5 6 പേരാണ് കേട്ടോ. ഇപ്പോഴും നമ്മുടെ പഴയ വീഡിയോസ് കണ്ടവർ ഇപ്പോഴും നമ്മുടെ വീഡിയോസ് കാണുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്നാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയാൽ ആ മലനിരകൾ എന്ത് രസമെന്ന് കാണാൻ. നമ്മളെ കിളിക്കൂണ്ടത്ത് ഒരുപാട് അപ്ഡേഷനൊക്കെ കൊണ്ടുവരാൻ ഒരുപാട് ആഗ്രഹം നിങ്ങളെപ്പോലെ എനിക്കുമുണ്ട്. ഓക്കെ, നമ്മൾ ഓട്ടോ ചേട്ടൻ്റെ പേയ്മെൻറ്റ് കൊടുത്ത് വിട്ടു. എൻ്റെ അമ്പോ കുറേ കഷ്ടപ്പാടായിരുന്നു. എന്താ കൊണ്ടുവന്നതെന്നൊക്കെ കാണിച്ചു തരാം, ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഞാൻ തളർന്ന് റെഡി ആയിട്ടോ. ഞാൻ മാത്രമല്ല, കാർത്തൂൺ തളർന്ന് റെഡിയായി. എടുത്തോ ജയന്തി, അന്ന് ഞാൻ പറഞ്ഞില്ലേ ജയന്തി വിറക് എടുത്തുകൊണ്ട് പോകുന്നതാണ്. നമ്മളെ കാറ്റത്ത് മഴയൊക്കെ വരുന്ന സമയത്ത് ജയന്തിക്കാണ് കേട്ടോ ഭയങ്കര സന്തോഷം. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും നമ്മളെ കിളിക്കൂണ്ട് ആ സൈഡ് കാണിക്കുന്നില്ല. ഒരു അടിപൊളി സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്നു കേട്ടോ. ഏകദേശം ഒരു 10-15 രൂപയുടെ സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ച് കൊണ്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മളെ കിളിക്കൂണ്ടിലോട്ട്. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തുടക്കത്തിൽ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഒറ്റ ശ്വാസത്തിലൊക്കെ പറയുന്നുണ്ട്, ശ്വാസം വിടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ. ഒരുപാട് പേര് നമ്മളെ വീഡിയോസ് കണ്ട് പോകാൻ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യുന്നില്ല. സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസ് നമ്മൾ ഇനിയും അപ്ലോഡ് ചെയ്യും. നമ്മളെ കിളിക്കൂണ്ടത്ത് ഒരുപാട് അപ്ഡേഷനൊക്കെ കൊണ്ടുവരാൻ ഒരുപാട് ആഗ്രഹം നിങ്ങളെപ്പോലെ എനിക്കുമുണ്ട്. നിങ്ങൾ പറയുന്നതൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കുറച്ച് ബഡ്ജറ്റിൻ്റെ പ്രോബ്ലം ഒക്കെ നമുക്ക് വരുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഫ്രണ്ട് സർക്കിളിനൊക്കെ നമ്മൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് റീച്ചൊക്കെ വരും. അപ്പോൾ നമ്മൾ റവന്യൂ വരുന്ന സമയത്ത് നിങ്ങൾ പറയുന്ന പോലെ നിങ്ങൾ ആഗ്രഹം പോലെ നമ്മൾ കിളിക്കൂട് നല്ല രീതിയിൽ നമ്മൾ അപ്ഡേറ്റ് ആക്കി എടുക്കുന്നതാണ്. അയ്യോ, ഇത്ര സംസാരിച്ചത് തന്നെ തളർന്നു. അപ്പോൾ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പോയി കണ്ടിട്ട് വാ എല്ലാം. ഓക്കെ, അപ്പോൾ അതേ നമ്മൾ ഷോപ്പിലോട്ട് എത്തി. നമുക്ക് വണ്ടി ആയിട്ട് ഇവിടെ പാർക്ക് ചെയ്യാം കേട്ടോ. അമ്പോ ഒരുപാട് ചെടികളുണ്ട്. ഇനി ഇതിൽ നിന്ന് നമ്മൾ ഏതൊക്കെ എടുക്കുമെന്നാണ് ഒരു ഐഡിയ ഇല്ലാത്തത്. വണ്ടി വിളിച്ച് പോകേണ്ടി വരും കേട്ടോ മിക്കവാറും. അപ്പോൾ ഇതാണ് ഷോപ്പ്. ഓക്കെ, ഇപ്പോൾ അകത്തോട്ട് കയറാം. ചറുക്കി വീണ നമ്മളങ്ങ് താഴെ പോയി നിൽക്കും. നല്ല ചെളിയാണ്. അയ്യോ ചറുക്കി പറഞ്ഞു തീർന്നില്ല ചറുക്കി. ഇതിപ്പം മെക്സിക്കൻ ഗ്രാസ് ആണോ ഇത്? പേൾ ഗ്രാസ് വരുമോ അതിൻ്റെ? ഉണ്ട്. ഇവിടെ മുഴുവനും വണ്ടി കയറി ചളമായിട്ട് കിടക്കുകയാണ്. വീണ നമ്മൾ താഴെ തന്നടേ. ഈ മരം ഈ സൈഡിൽ നിന്നാണ് നമ്മൾ അന്ന് ഒരെണ്ണത്തിന് എടുത്തുകൊണ്ട് പോയത്. ഓർമ്മയുണ്ടോ കാർത്തു? ഓ, കാർത്തു ഇല്ലായിരുന്നു അന്ന് നിധി വന്ന സമയത്ത്. ആ സെയിം സ്ഥലത്ത് അന്നിരുന്ന സെയിം മരം, അന്ന് ഈ സെയിം മരം ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. ചെടി കൊണ്ടായിരിക്കും അല്ലേ നമ്മളെ കുളത്തിൻ്റെ സൈഡിലോട്ട് വയ്ക്കാൻ. ഓ, നമ്മളതെ നടന്നിവിടെ വന്നപ്പോൾ മഴയൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ആ ഒരു മഞ്ഞ് മൂടൽ കണ്ടോ? അങ്ങ് ഇത് കണ്ടോ? ഇത് കണ്ടോ? ഇതിൽ നിന്ന് എടുക്കാമെന്നാണ് കാർത്ത് പറയുന്നത്. നമ്മൾ കുളത്തിൻ്റെ സൈഡിൽ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് ഇത്രയും ഇല്ല ലുക്കായിരിക്കും. ഇരുന്നാൽ മതി, അവർ ബാക്കി വെച്ചിരുന്നാൽ മതി. രഘുഅങ്കിൾ വരുന്നു. നമ്മൾ അന്നേ വന്ന് പണി ചെയ്യുന്ന ആളാണ് കേട്ടോ നമ്മളെ വീട്ടിൽ വന്ന്. അങ്കിളെ നമുക്ക് പണ്ടേ അറിയാമല്ലോ. എത്ര വർഷമായിട്ട് അറിയാം അങ്കിളെ? 1-2 വർഷം മുന്നേ മുകളിൽ നമ്മൾ മഴയായിരുന്നു. എന്താ കൊതുക് കടിക്കുന്നാണോ? ആ, കൊതുക് കടിക്കുന്നുണ്ട്. ഞാൻ വലിയ കാറ്റ് 3/4 ഇട്ടിട്ട് വന്നു. മഴ ആയതുകൊണ്ടാണ് ആക്ച്വലി പാൻറ്റ് നനയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് 3/4 ഇട്ടിട്ട് വന്നത്. ഇതിപ്പം മഴ നനഞ്ഞ് റെഡിയാവും. അപ്പം മരങ്ങൾ എടുക്കുന്ന ഫുൾ കൺഫ്യൂഷനായി. ഓ, ഇത് നോക്കാം. ഇതാണ് അങ്കിൾ ചട്ടി കത്തിരിക്കണം. ആ, നമുക്ക് ഇങ്ങനെ കൊണ്ടങ്ങ് വെച്ചാൽ മതിയോ? ഓ, ഹൈറ്റ് വേണം. ആ, അത് ചെറുതായി പോയല്ലേ നിങ്ങളിത്? ഇത് ഒറ്റ മൂടാണല്ലേ നിങ്ങൾ ഇത്രയും? നിങ്ങൾ ഇപ്പം നമുക്ക് പേൾ ഗ്രാസ് കൊണ്ടുപോയി സെറ്റ് ചെയ്താൽ ഓക്കെ ആയിരിക്കും? ഓക്കെ ആയിരിക്കും, സെറ്റ് ആവുമോ? കാരണം മഴ ആയതുകൊണ്ട് ഞാൻ ചോദിച്ചത്. ഈ പുല്ല് മറ്റേത് വേണ്ട, അത് സെറ്റ് ആവൂല. അത് അഴിവിയും പോയി സ്മെല്ലും ആയിരുന്നു. അപ്പോൾ ഇത് എടുക്കട്ടെ, അങ്ങനെയാണ് പേൾ ഗ്രാസും കൂടി എടുക്കട്ടെ. നമ്മൾ അവിടെ വന്ന് എടുത്തു ഒരെണ്ണം, അതുപോലത്തെ ഇവിടുത്തെ 2 എടുത്തു കേട്ടോ. ആ, അത് തന്നെ, ആ 2 മൂട്. ഇത്രയും ഹൈറ്റ് ഉണ്ടല്ലേ? ആ, ഹൈറ്റ് ഉണ്ടല്ലോ. ഇല്ല തട്ടൂല തട്ടിയാലും കുഴപ്പമില്ല. നമുക്ക് ഇത്രയും വലുത് എടുത്തോണ്ടേ നമ്മൾ എങ്ങനെ ഇതിൻ്റെ പൊതിഞ്ഞ് വെക്കാനായിരുന്നു നമ്മുടെ ഐഡിയ. ചേട്ടാ, നമ്മളിങ്ങനെ തുനിഞ്ഞേരം നടക്കും. നമ്മളെ ബേർഡ്സിങ്ങനെ പച്ചപ്പിൽ പറന്ന് നടക്കാം 1 മാസത്തേക്ക് കേട്ടാ. 1 മാസം കഴിയുമ്പോൾ അവർ ആ പച്ചപ്പ് മൊത്തം കടിച്ചില്ല ഉണ്ടാക്കും. ഓക്കെ, അപ്പം നമ്മൾ നടന്ന് ഇപ്പുറത്തോട്ട് വന്നു കേട്ടോ. അതെ, ഇതെടുത്താലോ എന്ന് വിചാരിക്കുന്നു. അന്ന് 28 എടുത്തു. നമുക്ക് 2-3 നമുക്ക് ബാലൻസ് ആയി. ഇപ്പം അതിൻ്റെ ചെറിയ സൈഡിൽ ആ ഇരിക്കുന്ന സ്ഥലമില്ല ഞങ്ങളെ ടേബിള്, അതിൻ്റെ സൈഡിൽ തന്നെ ഇപ്പം ടാങ്കൊക്കെ വന്നു നീളത്തിന്.
അപ്പോൾ ഒരു 2-3 മൂട് അവിടെയും പോകും, 2-3 ഷീറ്റ് അവിടെയും വേണ്ട. 22 എടുക്കാം നമ്മളെ. ഒരെണ്ണം എടുത്തൊന്ന് വെളിയിലോട്ട് വെച്ച് കാണിച്ചു തരാം കൂടെ, എന്നാലേ എനിക്കൊരു ഐഡിയ കിട്ടുള്ളൂ. ഓ ഇത്രേ ഉള്ളൂ അല്ലേ ഒരെണ്ണം. അപ്പോൾ ഒരു 20 എടുക്കാം കൂടെ. ഇത് 20 ഒന്ന് എടുത്ത് വെച്ചാൽ എനിക്ക് ആ ഒരു ഐഡിയ കിട്ടുള്ളൂ 20 മതിയാകുമെന്ന്. ആ മരമൊക്കെ ഉണ്ടാവും, പണ്ട് നമ്മളത് ആ മരമൊക്കെ ഒന്ന് നോക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയത്തില്ല. ഇപ്പോഴും നമ്മളെ പഴയ വീഡിയോസ് കണ്ടവർ ഇപ്പോഴും നമ്മളെ വീഡിയോസ് കാണുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചെടികൾ മേടിച്ചതെല്ലാം ആ സമയത്ത്. ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയ ആ മലനിരകൾ എന്ത് രസമെന്ന് കാണാൻ. മഞ്ഞുമൂടി വരക്കണം. ഇത് അഗസ്ത്യാർകൂടമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ അടിപൊളിയല്ലേ. അപ്പോൾ നമുക്കുള്ള ചെടികളെല്ലാം എടുത്തുകൊണ്ട് പോവുകയാണ്. ഞാനും എടുത്തേക്കാം. ഓക്കെ, ഇപ്പം ഞാനും എടുത്ത് ഇവിടെ 2 ബാക്കിയിരിക്കണം. സോറി, ക്യാമറ ഹാൻഡിൽ ചെയ്യുന്നതുകൊണ്ട് എനിക്കതെടുക്കാൻ പറ്റില്ല. സത്യം പറഞ്ഞാൽ ഇപ്പോൾ എത്ര രൂപയായെന്നോ നമുക്ക് ചെടികൾ മാത്രം നമുക്ക് നല്ലൊരു എമൗണ്ടായി. നമ്മളെ ബേർഡ്സിനെയൊക്കെ എടുക്കേണ്ട പൈസയായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാം, നമുക്ക് ചെടികൾ വേണമല്ലോ. മഴ സമയമാണ്, അടിപൊളി ക്ലൈമറ്റ് അല്ലേ. വലിയൊരു കുളം കേട്ടോ ഇത്. എൻ്റെ അമ്പോ, ഇത് നീളം നോക്കി അങ്ങ് പോരുത് കേട്ടോ, നല്ല താഴ്ചയുണ്ട് ഇതിന്. ഓ ഒരുപാടുണ്ട് കേട്ടോ ഇവിടെ ചെടികൾ. ഇതേ ഇഷ്ടം പോലെ വലിയ ഹൈറ്റ് ഇല്ലാത്ത ചെടികളാണ്. ഇതേമാതിരി വെയിലടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ കിട്ടിയ. ഇപ്പോൾ പിന്നെ മഴ പെയ്ത് ഫുൾ ചവറായിട്ടുണ്ട്. ഓ ഇതൊക്കെ ഹൈറ്റ് വെക്കുന്ന ടൈപ്പാണോ? ഓ ഈ കുളം കാർത്തു കണ്ടപ്പം കാർത്തുവിൻ്റെ ഒരു ആഗ്രഹം. ഇത് മീൻകുളമായിരുന്നു, മീനെ വളർത്തിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഒന്നും വളർത്തുന്നില്ല കേട്ടോ. അരാപ്പയ്മ ഇടണമെന്ന്. എത്ര 50, 100 അരാപ്പയ്മ കയറൂല അതിൻ്റെ അകത്ത്. 100 അരാപ്പയ്മ എൻ്റെ അകത്ത് ആലോചിച്ച് നോക്കും. എൻ്റെ അമ്പോ, ഫീഡ് കൊടുക്കാൻ വേണ്ടി മാത്രമല്ല അടപ്പളയിൽ പോവും. ഒന്നും പറയാനില്ല. പക്ഷേ നല്ല എമൗണ്ട് കിട്ടും, നല്ല വളർച്ചയായിരിക്കും, പെട്ടെന്ന് വലുതാവും. നമ്മളന്ന് ഒരുപാട് കഷ്ടപ്പെട്ടു ചെടികളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ വെച്ചിട്ട് അതിന് റിസൾട്ട് വരാതെ ഇപ്പോൾ ഞാനും കാർത്തുമൊക്കെ ഭയങ്കര ഡൗൺ ആയിപ്പോയി. ഇന്ന് നമുക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. അത് ഭയങ്കര ശോകമായി പോയിട്ടത്. അതാണ് നമ്മൾ ഇത്ര നാൾ മടിച്ചിരുന്നത്. പിന്നെ നിങ്ങളെല്ലാവരും പറയുന്നത് കൊണ്ട് ചെടികൾ വെക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്തായാലും നിങ്ങൾ പറഞ്ഞല്ലേ എന്ന് പറഞ്ഞ് വെക്കുകയാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കാം, നമുക്ക് മാക്സിമം നമ്മൾ നോക്കാം. ഇതാണ് നമ്മൾ വരുന്ന പ്രോഗ്രസ്. ആ സൈഡിൽ നിന്ന് മൊത്തം എടുക്കാം. ഞാൻ അങ്ങോട്ട് പോയി കാണിച്ചു തരാം. യെസ്, അപ്പോൾ നമ്മളെ വണ്ടി വന്നു. You look great, I like you, I can't wait. A first time, a first date. You're so fine, I'm so late. You sip wine, I drink straight. Don't waste time. കാർത്തു, നീ ആൻറ്റിമാരെ കഷ്ടപ്പാട് കണ്ടോ? നമ്മൾ വീട്ടിൽ പോയി എങ്ങനെ ഇതൊക്കെ ഇറക്കി. 1, 2, 3, 4, 5, 6 പേരാണ് കേട്ടോ നമ്മുടെ ഒരു ചെടി കൊണ്ടുപോകുന്നത്. ഇന്ന് മഴ പെയ്തിരുന്നെങ്കിൽ നമ്മുടെ ഈ പർച്ചേസ് മൊത്തം കുറവാണ്. ഇവിടെ ഒന്ന് കയറാൻ പറ്റില്ലല്ലോ ചെളി കാരണം. ഇനി ആക്ച്വലി ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നതാണ് ടാസ്ക്. എന്താ എന്താ കവി ഉദ്ദേശിച്ച് പിടിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ അതെ നമ്മൾ പേയ്മെൻ്റ് ഒക്കെ ചെയ്ത് ഇറങ്ങി കേട്ടോ. പൈസ എല്ലാം പൊട്ടുന്നു ഗൈസ്. ഇതെല്ലാം കിളികൾക്ക് തിന്നാനുള്ള ചെടികളാണല്ലോ എന്ന് വിചാരിക്കുമ്പോഴാണ് നമുക്ക് സങ്കടം. പോവാം, കയറാം. 2:15 11 മണി കഴിഞ്ഞപ്പോൾ നമ്മൾ പോയതാണ് ചെടി എടുക്കാൻ വേണ്ടിയിട്ട്. സത്യം പറഞ്ഞാൽ ഒരുപാട് ചെടി എടുക്കണമെന്നുണ്ടായിരുന്നേ വേറെയും. പക്ഷെ നമ്മൾ കൂട്ടിനകത്ത് ഇരുന്നാൽ നമുക്ക് നടക്കാനും വീഡിയോ എടുക്കാനും സ്പേസ് കിട്ടില്ല. അതുകൊണ്ടാണ് ആക്ച്വലി കുറച്ച് വീഡിയോ എടുത്തത്. പക്ഷേ ഞാൻ ഫൈക്കസ് കുറച്ച് കൂടി എടുത്തത്. ഇപ്പോൾ എടുത്തത് മൊത്തം ഫൈക്കസിൻ്റെ ഓരോ വെറൈറ്റീസാണ്. ഫൈക്കസ് ഇനി ഞാൻ എടുത്തേനെ, പക്ഷേ അവിടെ ഫൈക്കസ് ഇല്ല. ഉണ്ടായിരുന്ന ഞാൻ ഒരു 2-3 കൂടി എടുത്തേനെ. നമുക്ക് വണ്ടി നമ്മുടെ ഈ വീട്ടിലോട്ടിടാം. ഇനിയാണ് നമുക്ക് കഷ്ടപ്പാട്. കമോൺ. ചേട്ടാ റിവേഴ്സ് ചെയ്ത് തരാൻ പറ്റുമോ? ഓക്കെ, ഞാനതെ ഫാനൊക്കെ ഉണ്ടോ വണ്ടിക്ക്? അതെനിക്ക് അറിഞ്ഞൂടായിരുന്നു കേട്ടോ. ഓക്കെ നൈസ്. അപ്പോൾ നമുക്ക് സാധനങ്ങൾ ഇറക്കാം.
There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great, I like you, I can't wait. A first time, a first date. You're so fine, I'm so late. You sip wine, I drink straight. Don't waste time to my place. I feel my heart erase. So catch me if I പുതിയ ഡ്രസ്സ് ഇട്ടിട്ട് വന്നേക്കാണ് ചെടി പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോയപ്പം അവൻ്റെ അവസ്ഥ. ഓക്കെ, അപ്പോൾ ദേ നമ്മുടെ ഏറ്റവും വലിയൊരു മരം, ദേ നമ്മുടെ സെക്കൻഡ്, അത് കഴിഞ്ഞ് ദേ നമ്മുടെ തേർഡ് വൺ. ഓക്കെ, ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇനി ഉണ്ടായിരുന്നെങ്കിൽ ഇനി എടുത്തേനെ. ഇവർക്ക് കഴിക്കാൻ ദേ നോക്കിക്കൊണ്ടിരിക്കണേണ്ടോ നശിപ്പിക്കാൻ. അപ്പോൾ ദേ അടുത്ത നമ്മളെ ചെടികൾ ഇത് നമ്മളെ വെള്ളച്ചാട്ടത്തിൻ്റെ സൈഡിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മാക്സിമം കൺസിഡറായിട്ട് വെക്കും. പിന്നെ നമ്മളെ പേൾ ഗ്രാസ് ഇതെന്ന് പറഞ്ഞാൽ ഇതൊക്കെ വെക്കുമ്പോൾ കാണാൻ വേണ്ടി എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പക്ഷേ ഇത് പ്രശ്നമെന്ന് വെച്ചാൽ ഇത് വെച്ച് കുറച്ച് ദിവസത്തിനകം ഇവരിത് കടിച്ചില്ലാണ്ടാക്കുമ്പോൾ പുതിയതായിട്ട് വരുന്ന ആൾക്കാരായാലും അല്ലെങ്കിൽ ചിലവർ വല്ലപ്പോഴും വീഡിയോസ് കണ്ടിട്ട് വന്നിട്ട് പറയും നമ്മൾ ചെടികൾ വെച്ച് കൊടുക്കാത്തതാണ് എന്ന് പറഞ്ഞ് നമ്മളെ കുറ്റം പറയും. ഇല്ലേ, മാത്രം ചെടികൾ വെച്ചൊന്നോ പക്ഷെ ഒന്നുമില്ലാത്ത സർവൈവ് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. ഇത് തന്നെയാണ് എന്നെ കഴിഞ്ഞ വട്ടവും പറഞ്ഞ് ഇങ്ങനെ ആക്കിയത്. ഇത് പൊളിക്കും കേട്ടോ, കൂടിൻ്റെ കൊപ്പുണ്ട്. ശരി തന്നെയല്ലേ, കൂടിൻ്റെ പൊക്കമുണ്ട്, അത് കുഴിച്ച് വെക്കുമ്പോഴേ മാറിക്കോളും. അപ്പോൾ ഇനി ഇതെല്ലാം നാളെ നമ്മൾ സെറ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ പുറകെ വരും കേട്ടോ. ഇന്നത്തോടെ ഫുൾ ടയേർഡായി. ഇപ്പം ഞാൻ ഒരു പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ മിക്കവാറും ഇത് കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ കാണുന്നത്. അല്ല അതിൻ്റെ മുന്നേ കാണുമായിരിക്കും. എനിക്ക് കറക്റ്റായിട്ട് ഒരു കാൽക്കുലേഷൻ ഇല്ല കേട്ടോ. ഒരുപാട് വീഡിയോ നമുക്കിതിപ്പോൾ വരാനുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ സ്റ്റേ ട്യൂൺ. നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന വീഡിയോ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണം. നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ സപ്പോർട്ട് ചെയ്താണ് നമുക്ക് ഏറ്റവും വലിയ എനർജി കേട്ടോ. കാരണം നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷമാണ്. നല്ല നല്ല കമൻസ് നമുക്ക് വരുന്നുണ്ട്. കൂടെ നമുക്ക് നെഗറ്റീവ് കമൻസും വരുന്നുണ്ട്. പക്ഷേ നെഗറ്റീവ് കമൻസ് ഇടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എടുക്കുന്ന എഫേർട്ട്, ആ ടൈം, അതൊക്കെ നമുക്ക് ഭയങ്കര ഒരു വാല്യൂ തന്നെയാണ്. അപ്പോൾ സ്റ്റേ ട്യൂൺ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അതുവരെ ബൈ 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 ബൈ. നാളെ ചെടി വയ്ക്കാൻ പേരും മണിയായിരിക്കും. ഉറപ്പ് വല്ല വ്യത്യാസം ഉണ്ടാകുന്ന നാളെ കാണാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അടുത്ത വീഡിയോയിൽ കണ്ടോ കേട്ടോ. മഴയായിരിക്കും. ഞാൻ മഴ പെയ്യൂലെന്ന്, പിന്നെ മഴയാണെങ്കിൽ നമുക്ക് അകത്ത് കുഴപ്പമില്ല, എന്നാലും മഴ പെയ്യൂല എന്നാണ് ഞാൻ പറയുന്നത്. കാണാം, ശരി, നോക്കാം. അപ്പോൾ വേറൊരു വീഡിയോ നിങ്ങൾ എന്തായാലും ഒന്ന് കാണണം കേട്ടോ. ഉറപ്പാണ്, നാളെ മഴ പെയ്തില്ലെങ്കിൽ ഞാൻ കൊണ്ടുപോയി അൽഫാമാക്കി. സത്യവും ഉറപ്പാണ്. അതായത് മഴ എന്ന് വെച്ചാൽ ചെറിയ പൊടിച്ചിരുന്നല്ലോ, വലിയ മഴ വേണം. നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ വലിയ മഴ വേണം. പറഞ്ഞിട്ട് പോടാ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയല്ല പറയേണ്ടത്. ചെറിയ പൊടിച്ച് നീ മേളിൽ കയറിയിരുന്ന് ചിലപ്പോൾ വെള്ളം കോരി ഒഴിച്ചാലും ഓടിക്കോണം. അപ്പോൾ ദേ കാട്ടി കയറി പോകുന്നു. ജയാൻ്റെ അങ്ങ് കാട്ടി കയറി പോയേക്കുന്നു. പോകുന്നു. ഓക്കെ.